സഭയിലെ ക്ലറിക്കലിസത്തെക്കുറിച്ച് കേരളത്തിലെ സഭാ നേതാക്കന്മാർ പ്രതികരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു വീഡിയോ ക്ലിപ്പ് ഈയിടെ കണ്ടു. ഹൊസൂർ രൂപതയുടെ മെത്രാനായിരിക്കുന്ന പൊഴോലിപ്പറമ്പിൽ പിതാവാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, അച്ഛന്മാരും മെത്രാന്മാരും ഏകദേശം ദൈവത്തെ പോലെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇവരുടെ തൊപ്പി, വടി, മോതിരം ഇവയെല്ലാം കൊണ്ട് ഏതാണ്ട് രാജകീയ പദവിയിൽ നടക്കുന്നു, ജീവിക്കുന്നത് പോലെയാണ്. അദ്ദേഹം പറയുന്നു, ഈ രാജകീയ പദവിയും സ്ഥാനവും മാറ്റിയാൽ തന്നെ ഇവിടുത്തെ പകുതി പ്രശ്നങ്ങൾ തീരും. പൊതു പൗരോഹിത്യത്തെക്കുറിച്ച് മാമോദീസായിലൂടെ എല്ലാ ക്രൈസ്തവരും പങ്കുപറ്റുന്ന പൊതു പൗരോഹിത്യത്തെക്കുറിച്ച് സംസാരിച്ചു പോകുമ്പോഴാണ് ഈ ശുശ്രൂഷ പൗരോഹിത്യം, അച്ഛന്മാരുടേതും മെത്രാന്മാരുടേതും പൊതു പുരോഹിതരെ ശുശ്രൂഷിക്കാനുള്ള ചുമതലയാണ് തരുന്നതെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത്. ഇവിടെ ഏറ്റവും ഓർക്കേണ്ട കാര്യം, ഈ ക്ലറിക്കലിസത്തെ, അതിനെ മലയാളത്തിൽ പറയാവുന്നത് പുരോഹിതരുടെ അല്ലെങ്കിൽ പുരോഹിത ശ്രേഷ്ഠരുടെ അധികാര പ്രമത്തത, ഇതിനെ ഏറ്റവും ശക്തമായിട്ട് അപലപിക്കുകയും വിമർശിക്കുകയും ചെയ്തത് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ്. അദ്ദേഹം ഒരിക്കൽ കൊരിയ മെത്രാന്മാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, സഭയെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു രോഗം കുഷ്ഠരോഗമാണ് ഈ ക്ലറിക്കലിസം അല്ലെങ്കിൽ പുരോഹിത ശ്രേണിയുടെ അധികാര പ്രമത്തത. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇതിന് രണ്ട് വശങ്ങളുണ്ട്. പുരോഹിതരും പുരോഹിത ശ്രേഷ്ഠരും സാധാരണ വിശ്വാസികളിൽ നിന്നും തങ്ങളെ തന്നെ ഉയർന്ന നിലയിൽ സ്ഥാപിക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഇത് ഉണ്ടാകുന്നു. പോരാജ്യം സാധാരണ വിശ്വാസികൾ ഈ പുരോഹിതരെ ഉയർന്നവരായിട്ട് കാണുന്നതും ഇതിൻ്റെ വശമാണ്. ഇത് രണ്ടും മാറണമെന്ന് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. കാരണം കാലുകഴുകി ശുശ്രൂഷകൻ്റെ, സേവകൻ്റെ, ദാസൻ്റെ വേഷം അണിഞ്ഞ ക്രിസ്തുവിൻ്റെ ചൈതന്യമാണ് ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ആത്മാവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അടിവരയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ഈ ക്ലറിക്കലിസത്തെ, പുരോഹിതരുടെ അധികാരപ്രമത്തതയെ ഏറ്റവും ആദ്യം വിമർശിച്ചതാരാണ്? അത് യേശു ക്രിസ്തു അല്ലാതെ മറ്റാരുമല്ല. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം മുഴുവൻ ഈ വിമർശനമാണ്. ഫരിസയന്മാരും നിയമജ്ഞരും പുരോഹിതരും സാധാരണക്കാരുടെ മേൽ പുലർത്തുന്ന ആധിപത്യവും അധികാരവും ചൂഷണവും എണ്ണമിട്ട് അക്കമിട്ട് വിമർശിച്ചുകൊണ്ടാണ് ഈശോ മുന്നോട്ട് പോകുന്നത്. അതിലെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കാം. 23-ാം അധ്യായത്തിൽ നിന്ന് ഈശോ പറയുന്നു, അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. അവർ വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നിട്ട് ഈശോ പറയുന്നു, എന്നാൽ നിങ്ങൾ റബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്കൊരു ഗുരുവേയുള്ളൂ, നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. വീണ്ടും ഈശോ പറയുന്നു, ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാർ എന്നും വിളിക്കപ്പെടരുത്. എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. ഈശോ ഈ പുരോഹിതരുടെ, ഫരിസയരുടെ അധികാരപ്രമത്തതയെ വിമർശിച്ചതിൻ്റെ കാരണം എന്താണ്? കാരണം ഈശോയുടെ ദൈവസങ്കല്പം തന്നെയാണ്. അതിൽ നിന്നാണ് ദൈവരാജ്യ സങ്കല്പം. ദൈവം അപ്പനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളും പരസ്പരം സഹോദരങ്ങളുമാണ്. ആർക്കും ആരുടെയും മേൽ ആധിപത്യം പുലർത്താൻ, അധികാരം പുലർത്താൻ അവകാശമില്ല. ഇതാണ് വിമർശിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം. പക്ഷേ ഈ ക്ലറിക്കലിസം മാറണമെങ്കിൽ മനോഭാവം മാറിയതുകൊണ്ട് മാത്രം നടക്കുമോ? സംശയമാണ്. കാരണം ഈ മനോഭാവത്തെയും ഈ സംവിധാനത്തെയും നിലനിർത്തുന്ന അധികാര ശ്രേണി, ഹൈറാർക്കിക്കൽ പവർ നിലനിൽക്കുന്നിടത്തോളം കാലം ക്ലറിക്കലിസം
പുരോഹിതരുടെയും മെത്രാന്മാരുടെയും അധികാര പ്രമത്തത മാറ്റാൻ പറ്റുമോ?